ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. വളരെ സമർപ്പണമുള്ള ഒരു പട്ടക്കാരൻ ശ്രീലങ്കയിൽ പ്രവർത്തിച്ചിരുന്നു. വൈദിക ശുശ്രൂഷയ്ക്കായി ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന തീരുമാനം പുതുക്കുന്ന പ്രാർത്ഥനയോടെയാണ് അദ്ദേഹം ഓരോ ദിവസവും ആരംഭിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹം ഓരോ ദിവസവും തൻ്റെ സമർപ്പണ തീരുമാനം കടലാസിലെഴുതി സൂക്ഷിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഒരു സുഹൃത്തിനെ കാണാൻ ദൂരെ ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം യാത്ര ചെയ്യുകയായിരുന്നു. യാത്രയ്ക്കിടയിൽ പഴകി ജീർണിച്ച ഒരു ദേവാലയം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ദേവാലയത്തിന് മുമ്പിൽ പള്ളി കമ്മിറ്റിക്കാർ സ്ഥാപിച്ച ഒരു ബോർഡുണ്ടായിരുന്നു: ദേവാലയം വിൽപ്പനയ്ക്ക്. ഏറ്റവും കൂടുതൽ വില നൽകുന്നവർക്ക് ഈ ദേവാലയം വിൽക്കപ്പെടും. ഇതായിരുന്നു ആ ബോർഡിലെ വാചകം. ആ പരസ്യവാചകം വലിയ ദുഃഖമാണ് പട്ടക്കാരൻ്റെ മനസ്സിൽ ഉളവാക്കിയത്. തിരിച്ച് വീട്ടിലെത്തിയ പട്ടക്കാരൻ സ്വന്തം സമ്പാദ്യം മുഴുവൻ സ്വരൂപിച്ച് ആ പള്ളി കമ്മിറ്റിയുടെ വിലാസത്തിൽ ഒരു ചെക്ക് അയച്ചു കൊടുത്തു. അതോടൊപ്പം തൻ്റെ സമ്പൂർണ്ണ സമർപ്പണം എഴുതിയ കടലാസ് കഷ്ണം കൂടി വയ്ക്കുവാൻ അദ്ദേഹം മറന്നില്ല. പള്ളി കമ്മിറ്റിക്കാർക്ക് ലഭിച്ച അപേക്ഷകളിൽ ഏറ്റവും ചെറിയ തുകയുടെ വാഗ്ദാനമായിരുന്നു ആ പട്ടക്കാരൻ്റേത്. എന്നാൽ അതോടൊപ്പം ഉണ്ടായിരുന്ന കടലാസിലെ വാചകം അവരെ വളരെയധികം സ്വാധീനിച്ചു. പള്ളി കമ്മിറ്റി അധ്യക്ഷൻ എഴുന്നേറ്റ് പറഞ്ഞു, എല്ലാവരും ഏറിയ പണം കൊടുത്ത് പള്ളി സ്വന്തമാക്കാൻ ശ്രമിച്ചപ്പോൾ ഇദ്ദേഹം സ്വന്തം ജീവിതം തന്നെ അതിനായി സമർപ്പിച്ചിരിക്കുന്നു. ഇതിനേക്കാൾ കൂടുതൽ വില ഈ പള്ളിക്ക് ലഭിക്കുകയില്ല. പള്ളി ഈ പട്ടക്കാരന് തന്നെ കൊടുക്കാം. അധ്യക്ഷൻ്റെ അഭിപ്രായത്തെ കമ്മിറ്റി അംഗങ്ങളെല്ലാം ഏകാഭിപ്രായത്തോടെ അംഗീകരിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ സമ്പൂർണ്ണമായ സമർപ്പണമാണ് എല്ലാത്തിനേക്കാളും ഉപരി ദൈവസന്നിധിയിൽ മാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മെ തന്നെ പൂർണ്ണമായും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചനധ്യാനം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, കേൾപ്പിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ തക്കവണ്ണം, ഞങ്ങൾക്ക് ജീവിക്കുന്നത് കർത്താവെന്ന് പറയുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ ധ്യാനം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.